തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്താകമാനം ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന തീവ്ര വോട്ടർ പട്ടിക എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നത് കൂടിയാണ്. അല്പസമയത്തിനകം SIRന്റെ കരട് റിപ്പോർട്ട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പക്ഷേ SIRന്റെ കരട് പട്ടികയിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഒഴിവാക്കപ്പെട്ടത് ഏതാണ്ട് 98,344 പേരാണ്. കണ്ടെത്താനാകാത്തവരുടെ പട്ടികയിൽ 73,766 പേരാണ്. വോട്ടറെന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ ഫെബ്രുവരി 21 വരെ സമയം നൽകിയിട്ടുണ്ട്. സുജു ടി ബാബു ഇപ്പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. സുജു, രാജ്യത്താകമാനം ആശങ്കയുണ്ട്, കേരളത്തിൻ്റെ ആശങ്ക. ഇതിപ്പോൾ ഈ വോട്ടർ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിക്കും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, അപ്പോൾ അതിൻ്റെ കൃത്യമായ വിവരം അറിയാം. പക്ഷേ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായവരുടേത് തന്നെ വലിയ ആശങ്കയാണ് രാജ്യത്ത് നൽകുന്നത്, പ്രത്യേകിച്ച് നമ്മളെ ജില്ലാ വൈസ് നോക്കുമ്പോൾ പത്തനംതിട്ടയിൽ ആ അർത്ഥത്തിൽ. സുജു. ആശംസ, തീർച്ചയായിട്ടും SIR പുറത്തു വന്ന ശേഷം അന്ന് ആദ്യ തിരഞ്ഞെടുപ്പ് ബീഹാറിലെ തിരഞ്ഞെടുപ്പായിരുന്നു. ബീഹാർ നിയമസഭയിൽ നടന്ന തിരഞ്ഞെടുപ്പ്. അന്ന് തന്നെ SIR എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തെ സ്വാധീനിക്കുന്നതെന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു, ആശങ്കകൾ ഉയർന്നിരുന്നു. ഏതാണ്ട് അത് ശരിവെക്കുന്ന തരത്തിലാണോ ഇപ്പോഴത്തെ ഈ കരട് വോട്ടർ പട്ടിക പുറത്തു വന്ന് സംശയിക്കേണ്ടായിരിക്കുന്നു. എന്തായാലും ഈ കരട് വോട്ടർ പട്ടിക പത്തനംതിട്ട ജില്ലയിൽ പുറത്തു വരുമ്പോൾ 98,344 പേരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടു. ഇതിൽ 73,766 ആളുകളെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായി ജില്ലാ കളക്ടർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പത്തനംതിട്ടയിൽ അറിയിച്ചിരിക്കുന്നത്. ഇവർക്ക് വോട്ടർ തെളിയിക്കാൻ വേണ്ടി ഫെബ്രുവരി മാസം 21 വരെ സമയം നൽകിയിട്ടുണ്ട്. ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട പരാതികൾ RDOയെ അറിയിക്കുകയും അതുപോലെ കണ്ടെത്താനാകാത്തുള്ള പട്ടികയിൽ ഉള്ളവരുടെ വിലാസത്തിൽ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 98,000, അതായത് 1,00,000 അടുത്ത് ആളുകൾ, ഈ 1,00,000 ആളുകൾ തങ്ങളുടെ വിലപ്പെട്ട സമ്മതിദായക അവകാശം വീണ്ടെടുക്കാൻ വേണ്ടി ഈ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുമോ ഇല്ലയോ എന്നാണ് അറിയാനുള്ളത്. വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും ചെറിയ വോട്ട് മാർജിനിലേക്കാണ് പല സ്ഥാനാർത്ഥികളും വിജയിക്കുന്നത്. ഇത് വലിയൊരു സംഖ്യയാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം 1,00,000 പേർ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രം ഒഴിവാക്കപ്പെടുക എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്ന കണക്കു തന്നെയാണ്. ഇനി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റികൾ അധികൃതർ വിശദീകരിക്കാൻ ശ്രമിക്കുക ഇനി ഫെബ്രുവരി മാസം 21 വരെ സമയമുണ്ടല്ലോ എന്നായിരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ചില ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് അവർക്ക് വോട്ടില്ല എന്നുള്ള കാര്യം അവർ അറിയുന്നതും ബോധ്യപ്പെടുന്നതും. അതായത് വോട്ടർമാരെല്ലാ ആളുകളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ കയറി പരിശോധിച്ച് തങ്ങൾക്ക് വോട്ടുണ്ടാകുമെന്ന് ഉറപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുള്ള ആൾ അവർക്ക് കത്തയച്ചാലും അത് ഗൗരവത്തോടെ പരിഗണിക്കുമോ, അവരെടുക്കുമോ എന്നുള്ള കാര്യങ്ങൾ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയധികം ആളുകൾക്ക് വോട്ട് തിരികെ ലഭിക്കും, അല്ലെങ്കിൽ അവർ ഇനി വോട്ടർ പട്ടികയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കകളുണ്ട്. ഇത് തന്നെ നേരത്തെ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ആശങ്ക അറിയിച്ചതാണ്, ഈ ആശങ്ക പങ്കിട്ടതുമാണ്. ഇപ്പോൾ പുറത്തു വന്ന വോട്ടർ പട്ടികയുടെ കരട് പട്ടിക ഈ ആശങ്ക ബലപ്പെടുത്തുന്നതാണ്. ഇനി അറിയാനുള്ളത് ഇവർക്കെല്ലാം വോട്ട് തിരികെ ലഭിക്കുമോ എന്നാണ്. അങ്ങനെ ലഭിക്കുന്നില്ല എങ്കിൽ മുമ്പോട്ട് വെച്ച ആശങ്ക യാഥാർത്ഥ്യമാകും. ഇനി ഇതിനെത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രധാന ആളുകൾ തന്നെ ഇടപെട്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ ഒരുപക്ഷെ സാധ്യമാകത്തുള്ളൂ. അത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. എന്തായാലും ആശങ്കജനകമായ വിവരങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്. അജിംഷാദ.